മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു, അതോട്ട് ചോറുന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശവം. പക്ഷേ സുഹൃത്തുക്കളെ, രാജാക്കണ്ണാണ്. രാജാക്കണ്ണിന്റെ ഈ ഭക്ഷണത്തിനോടുള്ള ഈ ഒരു താല്പര്യം കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഓർമ്മ വരരുത് കേട്ടോ. പക്ഷേ അതിനേക്ക് അപ്പുറത്ത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശന്റെ ഗംഭീരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ താർക്കിക വൈദഗ്ധ്യം നമ്മളിന്ന് കണ്ടു. കയ്യൊക്കെ തൊഴുതിട്ട് ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി, അതാണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ താർക്കിക വൈദഗ്ധ്യം നമ്മളെല്ലാവരും കണ്ടു. അങ്ങനെ ഗംഭീരമായിട്ട് തർക്കിക്കുന്ന മുഖ്യമന്ത്രിയോട് നമ്മൾ എന്ത് പറയുന്നുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ ഈ താർക്കിക ആ ഒരു വലിയ കഴിവില്ലേ, അതൊന്നും തൽക്കാലത്തേക്ക് അത്തരം ഒരു സംഗതിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന് താങ്കൾ നേതൃത്വം കൊടുക്കണം. ഒരു വലിയ പ്രതീക്ഷയാണ് താങ്കൾ എന്ന് പറയുന്ന മനുഷ്യന് മേലെ ഉള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക്. കാരണം അത്രയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ചരിത്ര വിജയമാണ് കോൺഗ്രസിന്, താങ്കൾ മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസിന് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ഞാൻ വോട്ട് ചെയ്തോ എന്നുള്ളതൊക്കെ വിട്ടേക്ക്, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാ. എന്റെയും നമ്മളെല്ലാവരുടെയും വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെ ഒക്കെ മുഖ്യമന്ത്രിയാണ്. വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, താങ്കൾ ഈ നാടിന് നേതൃത്വം കൊടുത്തേ വെക്കൂ. നോക്കൂ, ഇന്ന് കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് ആ ആറന്മുള ഭാഗത്തുനിന്ന് ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകാത്ത ആളുകളോട് കരഞ്ഞു പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങൂ, നിങ്ങൾ ഒന്ന് ഇറങ്ങൂ, ഇവിടുന്ന് നിങ്ങൾ ക്യാമ്പുകളിലേക്ക് എത്തൂ. ഈ രാത്രി എങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഇവിടേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ഇറങ്ങൂ എന്ന് പറയുന്നത് കോൺഗ്രസ് ഗവൺമെന്റിലെ തന്നെ ഒരു മനുഷ്യനാണ്. PC വിഷ്ണുനാഥാണ് ഇങ്ങനെ പറയുന്നത്. അത്യാവശ്യം ദയനീയമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിക്കുന്നത് കേട്ടത്. നോക്കൂ, ഇതേ സമയത്ത് 2018 ഇതേ സ്ഥലം ഡോക്ടർ തോമസ് ഐസക്കിനായിരുന്നു അന്ന് ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിരുന്നത്. ദുരന്ത നിവാരണ ഏകോപനത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയത് 2018 അപ്പോ സംഭവം എത്ര ഗൗരവമുള്ളൊരു കാര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആദ്യ ദിവസം തന്നെ പത്രസമ്മേളനം വിളിച്ച് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞു. വിട്ടേക്ക്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്ക് പോലും നിങ്ങൾ ആരും കേൾക്കണ്ട. അന്നത്തെ ഒരു 2018 മുഖ്യമന്ത്രി പറഞ്ഞു, അത്യാവശ്യം ഗൗരവമാണ് കാര്യങ്ങൾ, നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കരുതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ സംഗതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മുഖ്യമന്ത്രി ഓഫീസിൽ സർവ്വസജ്ജമായിട്ടൊരു വാർ റൂം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു വാർ റൂം. ഇത് നമ്മളൊരു യുദ്ധത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അന്ന് അങ്ങനെയായിരുന്നു. 2018 നമ്മളൊരു യുദ്ധത്തിലാണ്. പ്രകൃതിയോട് നമ്മൾ കേരളത്തിലെ മനുഷ്യർ യുദ്ധത്തിനിറങ്ങുകയാണ്. നമുക്ക് ആ ദൃശ്യം ഓർമ്മ ഉണ്ടായിരിക്കും. ഒരുപാട് CCTV മോണിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അതൊക്കെ നോക്കിയിട്ട് എവിടൊക്കെയാണ് ഏറ്റവും തീവ്രമായിട്ട് ഇപ്പോൾ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭീകരമായിട്ട് ഇനി അടുത്ത നിമിഷങ്ങൾ മഴ പെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഭാഗത്താണ്, ഏതൊക്കെ ഭാഗത്തേക്കാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, എവിടൊക്കെയാണ് സമാധാനപരമായിട്ടുള്ളത് എന്നൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ ഈവൻ ചികിത്സയ്ക്ക് പോയ മനുഷ്യൻ തിരികെ വന്നിട്ട് ഇതിന് നേതൃത്വം കൊടുത്തതൊക്കെ നമുക്ക് അറിയുന്ന ചരിത്രമാണ്. ഇതങ്ങനെ മറന്നു കളയാൻ പറ്റില്ലല്ലോ. അപ്പോ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജനങ്ങളെ പ്രശ്നമാണ്. അത്തരം മാതൃകളൊക്കെ കണ്ട ആളുകൾക്ക് ഇവിടെ അതേ സമയത്ത് ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചു നോക്കുവരും, ആളുകൾ അത് പ്രതികരിക്കും. പക്ഷേ അന്ന് ഒരു 24/7 വാർ റൂം പ്രവർത്തന നിരതമായിരുന്നു. ആർക്ക് വിളിച്ചാലും കോൾ ചെയ്താലും കാര്യങ്ങൾ മുഴുവൻ അറിയാൻ പറ്റുന്ന രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയാണ് ഈ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹം നേരിട്ടാണ് ഇതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അതിനുശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രിനെ, ഞാൻ പേര് പറയുന്നില്ല, അന്നത്തെ മുഖ്യമന്ത്രിനെ ഈ ക്രൈസിസ് മാനേജർ എന്നൊക്കെ പേര് വിളിച്ചു. ഒരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ ഈ മനുഷ്യനെ അറിയാമെന്നായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞത്. അന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിൽ അന്നത്തെ ഒരു രസം പറയുന്നത്, ഈ അലർട്ട് പ്രകാരം കുട്ടനാട് മുഴുവൻ മുങ്ങുമല്ലോ, അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ആലപ്പുഴയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കുട്ടനാട് മുങ്ങും. അപ്പോൾ അന്നായിരുന്നു ആദ്യമായിട്ട് ഒരുപാട് കൺസൾട്ടേഷനുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതായത് കുട്ടനാട്ടുകാരെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ കുട്ടനാട്ടുകാരെ മുഴുവൻ എങ്ങോട്ട് മാറ്റും എന്നായിരുന്നു അന്നൊക്കെ ആലോചിച്ചത്.
12 പഞ്ചായത്തുകൾ, ഒരു താലൂക്ക് അപ്പാടെ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് എങ്ങനെ മാറ്റും? ഭയങ്കര കൺഫ്യൂഷനല്ലേ? അന്ന് കുട്ടനാട്ടുകാര് ഒരുവിധ വെള്ളപ്പൊക്കമൊന്നും ഈ കുട്ടനാട്ടുകാർക്ക് ഒരു കാരണം വെള്ളം കണ്ട് ശീലിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന ടീംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അവർക്കതൊക്കെ വളരെ ഈസിയാണ്. എന്തിനേറെ പണ്ടത്തൊരു ഇതിനേക്കാൾ വലിയ പ്രളയം പറഞ്ഞ 1924 ഒരു പ്രളയമാണ്. അതിൻ്റെ അനുഭവം സത്യം പറഞ്ഞാൽ അധികം ആർക്കും ഒരു പിടുത്തുമില്ല. നമ്മളാരും കാണുകയോ അനുഭവിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത്, എനിക്ക് തോന്നുന്നത്, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നൊരു ഒരു ബുക്കുണ്ട്, ഒരു കഥയുണ്ട്. അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു തീഷ്ണത. ഒരു ഡോഗാണ് അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം വെള്ളപ്പൊക്കത്തിൽ. ഭയങ്കര ടച്ചിങ് ആയിട്ട് സ്റ്റോറിയാണ് കേട്ടോ. എന്തായാലും അത് വായിച്ചാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഈ ഒരു ടീമിനെയാണ് നമ്മൾ അന്ന് ഒഴിപ്പിക്കേണ്ടത്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുഴുവൻ പഞ്ചായത്ത് പ്രതിനിധികളെയും ഏകോപിപ്പിക്കുന്നു, പിന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കളത്തിലേക്ക് ഇറക്കുന്നു. അവിടെയുള്ള ഏതൊക്കെ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അവരെ മുഴുവൻ വിളിക്കുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവർ ഫീൽഡിലേക്ക് എത്തുന്നു. പിന്നീട് അതൊരു കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. എങ്ങനെ ഒഴിപ്പിക്കും? വാഹനം വേണം, റോഡ് വേണം, ഇതൊന്നും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ആലപ്പുഴ മുതൽ അരൂർ വരെ അവിടേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അവസാനം സത്യം പറഞ്ഞാൽ അവിടെ പിന്നെ പെട്ടെന്നാണ് കൂട്ടായ്മകൾ ഒരുങ്ങാൻ തുടങ്ങി. 100 കണക്കിന് ക്യാമ്പുകൾ ഒരുങ്ങി. ഒരാളെപ്പോലും മുങ്ങി മരിക്കാൻ വിടാതെ ഒരു താലൂക്കിനെ മുഴുവൻ ഒഴിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് അതെല്ലാം കൂടി ചെയ്ത്. അതൊരു കൂട്ടായ്മയാണെന്നേ. എല്ലാ സംഘടനയും ജാതി മതം എല്ലാതും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഏകോപിപ്പിക്കാൻ വേണ്ടി അന്ന് മുന്നിൽ നിന്നൊരു മനുഷ്യന്റെ പേരാണ് അന്നത്തെ മുഖ്യമന്ത്രി. ഞാൻ പേര് പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വിഷ്ണുനാഥ് ഇങ്ങനെ കരച്ചിലോളം എത്തി നിന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് മാറൂ എന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമാവുന്നുണ്ട്. അന്ന് എങ്ങനെയാണ് ആ കുട്ടനാട്ടത്തെ ആ ജനങ്ങളൊക്കെ ഒഴിപ്പിച്ചേ, അതുപോലെ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷ്ണുനാഥ് അടക്കമുള്ള കോൺഗ്രസ് അതാ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പത്രസമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കൈകൂപ്പി പറയുന്നു, ഞാനൊന്ന് 3 മണിക്ക് ചോറുണ്ടുപോയി, ഞാനൊന്ന് 3 മണിക്ക് യാത്ര ചെയ്തു പോയി, ഞാനൊന്ന് തിരക്കിട്ട് ഒരു ബിസിനസ് ചർച്ചയ്ക്ക് പോയി. എന്നാൽ ആ ബിസിനസ് ചർച്ച എന്താണ് എന്നെങ്കിലൊക്കെ ആരോടിലൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് മറുപടി. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിനെയാണ് വിദണ്ഡവാദം എന്നൊക്കെ പറയാ. വിദണ്ഡവാദം. ഇത്തരം വിദണ്ഡവാദങ്ങളാണോ നമുക്ക് വേണ്ടത്? അല്ലല്ലോ. ഒരു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നേരെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക. നല്ല താർക്കികനാണ് സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി. നല്ല താർക്കികനാണ്. എന്ത് ചോദ്യം വന്നാലും തർക്കിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ ഭാഷ പോലും ഈ മാധ്യമങ്ങള് ധാർഷ്ട്യം എന്ന് പോലും എഴുതില്ല. അതൊക്കെ അന്നത്തെ മുഖ്യമന്ത്രിക്കേ ഉള്ളൂ. എന്തൊക്കെയായാലും ദുരന്ത നിവാരണ സമിതിയൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്തേക്ക് ഇറങ്ങട്ടെ. പോലീസിനെ പുറത്തേക്ക് ഇറക്കണം, ആളുകളെ പുറത്തേക്ക് ഇറക്കണം, സംഘടനകളെ പുറത്തേക്ക് ഇറക്കണം. ഇനിയൊരു ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മളൊരു തരത്തിൽ മഹാഭാഗ്യവന്മാരാണ്. കാരണം ഈ ഒരു ഭരണമുള്ള സമയത്തല്ലല്ലോ 2018 ഉണ്ടായത്, അല്ലേ? ഈ ഒരു ഭരണമുള്ള സമയത്തായിരുന്നു 2018 എങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഞാനും ഇങ്ങനെ കേൾക്കാൻ നിങ്ങളും ഉണ്ടാകുമായിരുന്നു.